ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസിൽ എല്ലാവിധമായ സൗകര്യങ്ങളുമുണ്ട്, അധുനാതനമായ സൗകര്യങ്ങളുണ്ട്, സാങ്കേതികമായ എല്ലാ സംവിധാനങ്ങളുമുണ്ട് എന്നിരിക്കെ ഈ സൗകര്യങ്ങളെ ഉപയോഗിക്കുന്നതിൽ നമ്മുടെ സാമാന്യ ജനത വളരെ പിന്നിലാണ്. അതിനെക്കുറിച്ച് അവർ അറിയുന്നില്ല. ഇവിടെ പുല്ലനാർ കോട്ടയിലെ ഈ ഒഴിഞ്ഞ ഭാഗത്ത് സർക്കാർ സംവിധാനത്തിൽ നടക്കുന്ന വിപുലമായ, വിസ്തൃതമായ, വിശാലമായ, അധുനാതനമായ എല്ലാ സാങ്കേതിക സഹായങ്ങളെയും ഒരുപക്ഷെ അറിയാതെ പോയിട്ട് ജനങ്ങൾ ഏറ്റവും അധികം ചൂഷണം ചെയ്യുന്ന മറ്റൊരു മേഖലയിൽ ചെന്നപ്പെടുന്ന വളരെ വിരോധാഭാസകരമായ ഒരവസ്ഥയാണ് ഇപ്പോൾ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മുൻകൈ എടുത്ത് പലയിടത്തും ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. പോലീസുകാർക്ക് വേണ്ടി ഒരു ക്യാമ്പ് നടത്തി. നമ്മുടെ ഈ പോലീസ് ജിമ്മുമായിട്ട് ചേർന്ന് അവിടെ വരുന്ന പോലീസുകാർക്ക് വേണ്ടി ഒരു ക്യാമ്പ് നടത്തിയപ്പോൾ പോലീസുകാർ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. കാരണം അവർ പോലീസുകാരാണല്ലോ, ഒരാരോഗ്യമുള്ളവരാണല്ലോ. അവിടെ പരിശോധിച്ചപ്പോൾ അവിടെ വന്ന 90% പേർക്കും ഉയർന്ന ഷുഗർ നിരക്കാണ് കണ്ടത്. പ്രമേഹമുള്ളവരാണ്, പ്രഷറുള്ളവരാണ്. ECG നോക്കിയപ്പോൾ ഹൃദയത്തിൻ്റെ ധമനികളിലൊക്കെ വേരിയേഷൻ ഉള്ളവരാണ്. അവരും ഒരു ഞെട്ടലോടെയാണ് മനസ്സിലാക്കി. അത് അവർക്കൊരു വലിയ, അന്നത്തെ DGP ആണല്ലേ, മേഡം ഉണ്ടായിരുന്നല്ലോ, DGP ആണ് അത് ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു ട്രെയിനിൽ കയറി ഒരു കമ്പാർട്ട്മെന്റ് നിറയെയുള്ള ആളുകളെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു സംഘം ഒരു ട്രെയിനിൽ ഒരു കമ്പാർട്ട്മെന്റിൽ എറണാകുളം വരെ പോയിട്ട് അവിടെ അതിൽ ഒന്നും അറിയാതെ യാത്ര ചെയ്ത നിരപരാധികളായ ആളുകളെ പരിശോധിച്ചപ്പോൾ അതിൽ 90% പേര് രോഗികളാണ്. അപ്പോൾ വാർഡിൽ നിന്ന് യാർഡുകളിലേക്ക് പോകുന്ന ഒരു പരിപാടി. എങ്ങനെയും ഇത് ജനകീയമാക്കണമെന്നുള്ളതാണ് ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസിന്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം. കാരണം നമ്മുടെ ആളുകൾക്ക് ഇതെല്ലാം അറിയാമെന്നിരിക്കെ എല്ലാം അറിയാം ഒന്നും അറിഞ്ഞുകൂടാന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ചിലർ പറയും എനിക്ക് ഷുഗർ താഴുമ്പോൾ എനിക്കറിയാം എന്ന് പറയുന്ന ഒരുപാട് ഷുഗർ വിദഗ്ധന്മാരുണ്ട്. എനിക്ക് ഷുഗർ താഴുമ്പോൾ എനിക്കറിയാം, അപ്പൊ എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയാം. അങ്ങനെയുള്ളവരെയാണ് വഴിയിൽ നിന്ന് ഒടുവിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ മാരകമായ അവസ്ഥകളെല്ലാം തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ, ഏറ്റവും അനുകൂലമായ ഒരു സംവിധാനമാണ് ഇന്നത്തെ ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷുഗർ ആക്രമിക്കാത്ത അവയവങ്ങളില്ല. ഇടയ്ക്ക് ആരും രസകരമായിട്ട് പറയുന്ന കേട്ടു, ജഗതിയുടെ സിനിമയിലെ ജഗതി ചെയ്യുന്ന ചില റോളുകൾ പോലെയാണ് ഷുഗർ. കാരണം ചില യാചകന്മാരൊക്കെ ചില സ്ഥലത്ത് നിന്ന് കൊള്ളാവുന്ന സ്ഥലത്ത് നിന്ന് പറ്റിയിട്ട് അവരുടെ സംഘത്തിലുള്ള മുഴുവൻ യാചകന്മാരെയും വിളിച്ചു വരുത്തും. ഇവിടെ നല്ല സൗകര്യമാണ്, ഇങ്ങോട്ട് പോരെ. ഷുഗർ ഒരു യാചകനാണെങ്കിൽ അവൻ കൊളസ്ട്രോളിനെയും അവൻ ഹാർട്ട് അറ്റാക്കിനെയും അവൻ ഞരമ്പുകളെയും എല്ലാം വിളിച്ചു വരുത്തുകയാണ്. ഇവിടെ ഇയാളുടെ ശരീരം ബെസ്റ്റ് പ്ലേസ് ആണ്, ഇങ്ങോട്ട് പോന്നാൽ മതി. അങ്ങനെ എല്ലാം പിടിപെടുകയാണ്. ആ ഒരവസ്ഥയിലാണ് ഷുഗറിന്റെ ഒരു മുന്നോട്ടുള്ള ജൈത്രയാത്ര നടക്കുന്നത്. നിങ്ങളെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. നിങ്ങളാണ് ജനങ്ങളുടെ അഭിഭാഷകന്മാർ. ജനങ്ങളുടെ അഭിഭാഷകന്മാരാണ് നിങ്ങൾ. ഷെല്ലി ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു, വി ആർ ദി അൺഅക്നോളജ്ഡ് ലെജിസ്ലേച്ചേഴ്സ് ഓഫ് ദി പീപ്പിൾ ഓഫ് ദി വേൾഡ്. തിരഞ്ഞെടുക്കപ്പെടാത്ത ജനങ്ങളുടെ അഭിഭാഷകരാണ് ഞങ്ങൾ കവികൾ എന്ന് പറഞ്ഞത് ഷെല്ലിയാണെങ്കിൽ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആണ് വ്യത്യാസം. നിങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ അഭിഭാഷകരാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി വാദിക്കേണ്ടത് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയാണല്ലോ. എങ്കിൽ ആരോഗ്യകരമായ ക്ഷേമത്തിന്, ആരോഗ്യപരമായ ക്ഷേമത്തിന് വേണ്ടി വാദിക്കുവാനും ജയിക്കുവാനും നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും ഫലവത്തായ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് പലരും മൊബൈൽ ഫോണിലാണെന്ന് എനിക്കറിയാം. കാരണം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വളരെ തിരക്കുള്ളവരാണ്, മൊബൈൽ ഫോൺ ഉപയോഗിച്ചേ തീരുള്ളൂ. ഇവിടെ നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയായിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ കേൾക്കുന്ന വിവരങ്ങൾ നിങ്ങൾ ഗ്രഹിക്കുക. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളെ തെരഞ്ഞെടുത്തയച്ച ജനവിഭാഗത്തിന് വേണ്ടി ഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്ന ഈ സമരം, ആരോഗ്യ മേഖലയിൽ അനാരോഗ്യത്തിനെതിരെ നടത്തുന്ന ആരോഗ്യകരമായ ഈ യുദ്ധത്തിൽ നിങ്ങൾ പങ്കാളികളാവുക. നിങ്ങൾ അതിൻ്റെ പട നയിക്കുക.
കേരളം പ്രമേഹത്തിൽ നിന്ന് മോചിക്കപ്പെടുന്ന ഒരു സുവർണകാലം സ്വപ്നം കണ്ടുകൊണ്ട് എത്രത്തോളം ഫലവത്താകുമെന്നറിയില്ലെങ്കിലും ഒരു പരിധിവരെ വിജയിക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി നടക്കുന്ന ഈ നല്ല കർമ്മ പരിപാടി സശ്രദ്ധം മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ ശ്രദ്ധിച്ചുകൊണ്ട് ഇത് വിജയമാക്കി തീർക്കുക എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അതിനെല്ലാ സംവിധാനങ്ങളും പിന്തുണയും ഒരുക്കുന്ന ഈ തിരക്കിനിടയിൽ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ ആരാധ്യയായ നഗരമാതാവിന് കൂടി ഞാൻ ഈ അവസരത്തിൽ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.